Am I audible? Hello? Am I Yes, audible? Okay. So today's session, actually, will be. It was supposed to be a continuation of yesterday's, but since there is a emergency, the faculty will be continuing tomorrow. അപ്പൊ ഇന്ന് നമ്മള് മെയിൻ ആയിട്ട് നോക്കുക റെവിറ്റ് നിങ്ങൾ പഠിച്ചുകൊണ്ട് എന്ത് ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാനാണ്. ഓക്കെ, നമ്മൾ റെവിറ്റ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസിൽ എപ്പോഴും കാണുന്നത് എന്താ, ബിം എഞ്ചിനീയർ, MEP എഞ്ചിനീയർ, അങ്ങനെയാണ്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന റെവിറ്റിന്റെ ആർക്കിടെക്ചർ സൈഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു MEP ആ ഒരു സൈഡാണ്. നമ്മൾ എന്തെങ്കിലും ക്ലാഷസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് റെവിറ്റ് കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും പ്രിലിമിനറി ആസ്പെക്ട് എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ അതിന്റെ 3D വിഷ്വലൈസേഷൻ തന്നെയാണ്. നമ്മൾ A to Z ബിൽഡിങ്ങിന്റെ A to Z ഒരു ചെറിയ ക്ലോക്ക് വരെ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് അത്രയും അക്യുറസിയിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഒരു ലൈറ്റ് ഈ ഒരു പോയിന്റിൽ കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു റൂമിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് കിട്ടുമോ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ലൈറ്റ് അവിടെ കൊടുക്കണം എന്നുള്ള ഡിസിഷൻ വരെ നമുക്ക് അത് വെച്ചെടുക്കാൻ പറ്റും. സോ അത്രയും നിങ്ങളെ എംപവർ ചെയ്യുന്ന ഒരു കാര്യമാണ് റെവിറ്റ്. പക്ഷെ അത് ജസ്റ്റ് ആർക്കിടെക്ചർ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണോ ഇമ്പോർട്ടൻറ്റ്, റെലവെന്റ്? ഇപ്പൊ ബിടെക് ലെവലിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് പല സോൺസ്, നിങ്ങൾക്ക് പല ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ എല്ലാം ഇഷ്ടമാവണം എന്നില്ല. ചിലവർക്ക് ഇന്റീരിയർ ആയിരിക്കും കൂടുതൽ, ഡെക്കറേഷൻസ് ഇന്റീരിയർ ഫോക്കസ്ഡ് ആയിരിക്കും. ചിലവര് സ്ട്രക്ചർ ഡിസൈൻ ആ ഒരു സൈഡ് ആയിരിക്കും. ചിലർക്ക് കൺസ്ട്രക്ഷൻ സൈഡ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ചിലര് എസ്റ്റിമേഷൻ സൈഡ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഫീൽഡ് ആയാലും, സിവിലിന്റെ ഏത് ബ്രാഞ്ചിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചാലും, സിവിലിന്റെ ബ്രാഞ്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സിവിൽ എഞ്ചിനീയറിംഗ് ഇസ് നോട്ട് ജസ്റ്റ് വൺ തിങ്, ഇറ്റ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് മെനി തിങ്സ്. അങ്ങനെ എനിക്ക് മനസ്സിലാക്കുന്നത് ഫ്രം മൈ എക്സ്പീരിയൻസ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നോക്കുവാണെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർ ഉണ്ട്, എസ്റ്റിമേഷൻ, അതുപോലെ QC എഞ്ചിനീയർ, അതായത് എസ്റ്റിമേഷൻ ആൻഡ് റേറ്റ് അനാലിസിസ് ഒക്കെ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടാവും. സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സൈറ്റ് എഞ്ചിനീയർ ആവും. പ്രൊജക്ട് മാനേജറിന് പ്രൊജക്ട് മാനേജർ ഉണ്ടാവും. അതിന് പ്രൊജക്ട് പ്ലാനിങ് എന്നൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള കമ്പനീസ് വരെയുണ്ട്. ഇനി ഇതൊന്നും അല്ല, സൈറ്റ് എക്സിക്യൂഷൻ മാത്രമല്ലാതെ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സൈഡ്, അതായത് പ്ലാനിങ്, ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ പെർമിറ്റ് എടുക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ഇന്റീരിയർ ഡെക്കറേഷൻസ്, അങ്ങനെ കുറേ വേർഷൻസ് എല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും നമ്മളൊരു ഫൈനൽ പ്രൊഡക്റ്റ്, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് സ്ട്രക്ചർ ആയാലും ഫൈനൽ ഫോം എടുക്കുന്നത്. സോ സിവിൽ എഞ്ചിനീയറിംഗ് ഇസ് എ ക്ലസ്റ്റർ ഓഫ് മെനി തിങ്സ്. അതിൽ ഏത് വേണമെന്ന് നമ്മളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ സെറ്റ് തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നോക്കാം, അതിലൊന്നും ഒരു തടസ്സമില്ല. പക്ഷെ എപ്പോഴും നിങ്ങൾക്കൊരു പ്രൈം അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്തു. ആ ഒരു ഫസ്റ്റ് പ്രിഫറൻസിൽ നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സ്ട്രക്ചറിൽ നിന്നാണ്. എൻ്റെ മെയിൻ ഇൻട്രസ്റ്റും ഫോക്കസും സ്ട്രക്ചർ ഡിസൈൻ ആയിരുന്നു. പയ്യെ ഞാൻ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് എസ്റ്റിമേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്തിട്ടുണ്ട് കുറച്ച്. അങ്ങനെ പിന്നെ സ്ട്രക്ചർ തന്നെ അതിനു മുന്നേ ഞാൻ സൈറ്റ് എഞ്ചിനീയറിംഗ് സൈഡും ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ഏരിയയും ഞാൻ ടച്ച് ചെയ്യാൻ നോക്കി. കാരണം എൻ്റെ ഏരിയ ഓഫ് പ്രിഫറൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അത്രയും എക്സ്പോഷർ വേണ്ടി വന്നിരുന്നു. അത്രയും കാര്യങ്ങൾ ഞാൻ നോക്കി മനസ്സിലാക്കിയ ശേഷമാണ് എനിക്ക് എൻ്റെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഞാൻ ഷിഫ്റ്റിംഗ് ആണ് എനിക്ക് പ്രിഫർ ചെയ്യുന്നത്. ഞാൻ എല്ലാത്തിലും ഒരെണ്ണത്തിൽ നിന്നാൽ സ്റ്റാഗ്നന്റ് ആയ ഒരു ഫീൽ കിട്ടുന്ന ഒരാളാണ്. സോ എനിക്ക് ഒരെണ്ണമല്ല, ഇതിലെല്ലാത്തിലും ഷിഫ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രിഫറൻസ്. പലർക്കും അവരെ പ്രിഫറൻസ് ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ് ഫസ്റ്റ് ഒരു 5 years സ്ട്രഗിൾ വരുന്നത്. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മള് പലരുടെ അഭിപ്രായം കേട്ടിട്ട് ഒരു ഏരിയ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് പോയി ചൂസ് ചെയ്ത് പോയി വർക്ക് ചെയ്യും. എല്ലാം ബേസിക്കലി ആദ്യം കേൾക്കുന്ന സാലറി, ഇത്ര സാലറി കിട്ടും, അപ്പൊ അത് ചെയ്താൽ നല്ലതാണ്. അല്ലെങ്കിൽ പറയുന്നത് അതില് വെയിൽ കൊള്ളണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ പ്ലസ് പോയിന്റ്സ് കേൾക്കുമ്പോൾ നമ്മൾ പോയിട്ട് ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് അവിടെ പോയിരിക്കും.
അവിടെ സ്റ്റാഗ്നന്റ് ആയി പോകാനുള്ള ചാൻസസും കൂടുതലാണ്. ചിലവർക്ക് അത് ഓക്കെയാണ്, ലൈഫ് ലോങ് ആ ഒരു വർക്ക് ചെയ്യാൻ അവരതിന് എക്വിപ്ഡ് ആണ്, ചിലപ്പോൾ അവർക്ക് അതിൽ സ്കിൽ അക്വയർ ചെയ്യുന്നതായിരിക്കും അവരുടെ ഒരു കപ്പാസിറ്റി. ചിലവർക്ക് അങ്ങനെ ആയിരിക്കില്ല, എല്ലാ ഏരിയാസും ട്രൈ ഔട്ട് ചെയ്ത് എല്ലാത്തിലും വർക്ക് ചെയ്യാം. ചിലർക്ക് 2 ഏരിയാസ്, അതെല്ലാം നമ്മൾ പേഴ്സണൽ പ്രിഫറൻസ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ബെറ്റർ സ്റ്റാഗ്നന്റ് ആവാതിരിക്കുക. കുറെ നാളുകൾ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ മാത്രമായി പോയി, എനിക്ക് ബാക്കിയൊന്നും അറിയാൻ പാടില്ലെന്ന് ചിന്തിക്കാൻ പാടില്ല. എല്ലാം ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഏരിയ വെച്ചിട്ട് അതിൽ എക്സ്പെർട്ടൈസ് ചെയ്യുക, ബാക്കി ജസ്റ്റ് അറിഞ്ഞിരിക്കുക. എന്നാലും നിങ്ങൾ സിവിൽ എഞ്ചിനീയർ എന്ന് കറക്റ്റ് ആയിട്ട് ടാഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ ജിയോ അറിയണം, പ്രൊജക്ട് മാനേജ്മെന്റ് അറിയണം. കാര്യം ഫൗണ്ടേഷൻ എന്ത് കൊടുക്കണം എന്ന് അറിയണമെങ്കിൽ സോയിലിന്റെ ഒരു ബേസിക് ബിഹേവിയർ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു സോയിൽ റിപ്പോർട്ട് നോക്കിയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. അതേസമയം നമ്മൾക്ക് ആ ഡിസൈൻ ചെയ്താൽ എക്കണോമിക് ആയിരിക്കുമോ എന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ കൊണ്ട് ആ ക്ലയന്റിന് അല്ലെങ്കിൽ ഈ എക്കണോമി ഒരു സൈഡ് നമ്മൾ ഫെയിലിയർ ആവും. സോ ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ ആവണമെങ്കിൽ ഈ 2 ഫീൽഡ് നമുക്ക് കണക്ട് ചെയ്യണം. സെയിം വേ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ബ്രാഞ്ചിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ആ ഒരു പെർട്ടിക്കുലർ എലമെന്റിന്റെ റിലേറ്റഡ് ആയുള്ള സബ്ജക്ട്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സിമിലർ ആണ് റെവിറ്റ്. റെവിറ്റില് നിങ്ങൾക്ക് ഒന്നല്ല ഒരുപാട് എലമെന്റ്സ് ജോയിൻ ചെയ്യാൻ പറ്റും. ഒരു കംപ്ലീറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും ഇതിന്. പലരും ഫോക്കസ് ചെയ്യുന്ന MEP അല്ലെങ്കിൽ ഇന്റീരിയർ, അങ്ങനെ ഒരു ഫോക്കസിലാണ് റെവിറ്റിനെ കാണുന്നത്. പക്ഷെ നമ്മളിവിടെ SNRൽ കുറച്ചും കൂടി ഒരു ബ്രോഡ് ഒരു ആസ്പെക്റ്റിലാണ് റെവിറ്റിനെ കാണുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും. മെയിൻ ആയിട്ട് നമ്മൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന് അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. MEP ഒക്കെ ഓക്കെ, ശരി, അത് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എസ്റ്റിമേഷനും നമുക്ക് എസ്റ്റിമാക്സ് കഴിഞ്ഞ് ഫൈനൽ ആയിട്ടുള്ള എസ്റ്റിമേഷൻ വേണ്ട സ്ഥലത്താണ് നമ്മൾ 3Dയിലേക്ക് പോകുന്നുള്ളൂ, റെവിറ്റിൽ നിന്ന് എടുക്കുന്നത് പോകുന്നുള്ളൂ. ബട്ട് സ്ട്രക്ചറിന് അങ്ങനെയല്ല. സ്ട്രക്ചർ ഡിസൈൻ ഇംപ്ലിമെന്റേഷൻ സൈഡിലേക്ക് വരുമ്പോൾ അതിന് പ്രോപ്പർ വിഷ്വലൈസേഷൻ വേണം. എവിടെ എന്ത് ക്ലാഷ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി ഡിസൈൻ ചെയ്യാൻ പറ്റണം. അവിടെ നമ്മളുടെ വിഷ്വലൈസേഷൻ സ്കിൽസ് നിൽക്കുന്നിടത്തു നിന്നാണ് റെവിറ്റിന്റെ സ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് എവിടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ആ ബീം വന്നാൽ അത് എങ്ങനെ ഇരിക്കും, അതിനെങ്ങനെയായിരിക്കും ലോഡ് വരുന്നത് എന്ന് വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾക്ക് പറ്റാത്ത ആ സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് റെവിറ്റ്. സോ ഇന്ന് നമ്മൾ അതിന്റെ 2 ആപ്ലിക്കേഷൻസ് ആണ് മെയിൻ ആയിട്ട് നോക്കുക. ഒരെണ്ണം റീബാർ മോഡലിംഗ് ആണ്, അതായത് BBSന്റെ ബാർ ബെൻഡിങ് ഷെഡ്യൂളിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ. നമ്മൾ BBS മെയിൻലി 2D അല്ലെങ്കിൽ എക്സൽ. 2D എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ ഡ്രോയിങ്സ് ആയിട്ട് അല്ലെങ്കിൽ എക്സലിലായിട്ടാണ് സോൾവ് ചെയ്യാറ്. എല്ലാ കമ്പനീസും മെജോറിറ്റി ആയിട്ട് എക്സൽ ഷീറ്റ്സിലാണ് BBS ചെയ്യുന്നത്. BBS എന്ന് പറയുന്നത് ബാർ ബെൻഡിങ് ഷെഡ്യൂൾസ് ആണ്, അതായത് ബാർ സൈറ്റിൽ കട്ട് ചെയ്ത് ബെൻഡ് ചെയ്യേണ്ട അതിന്റെ ഫുൾ ഇൻസ്ട്രക്ഷൻസ്. സോ അതിനെ ഒരു വിഷ്വൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ ഡിസൈൻ സൈഡിൽ എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാവും, എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു പ്രൊജക്ട് ഷെയർ ചെയ്യാം. എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാവോ? സ്ക്രീൻ ഷെയർഡ് ആണോ? യെസ് മാം. ഓക്കെ. സോ ഇത് ജസ്റ്റ് ഒരു പോർഷൻ ആണ്, ഫുൾ ബിൽഡിംഗ് അല്ല. ഇത് അത്യാവശ്യം വലിയ പ്രൊജക്റ്റ് ആയിരുന്നു. അതിന്റെ ഒരു ഫൗണ്ടേഷൻ പാർട്ട് ഞങ്ങൾ ചെയ്തോളൂ. കാരണം സൂപ്പർ സ്ട്രക്ചർ സ്റ്റീൽ ആയിരുന്നു, സോ സ്റ്റീലിലേക്ക് പോയില്ല. ഞങ്ങൾ സൈറ്റിൽ ഇത് ശരിക്കും ഹാഫ് പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ സൈറ്റിൽ ജോയിൻ ചെയ്യുന്നത്. അവർക്കപ്പോൾ ഫൗണ്ടേഷൻ സൈഡിൽ ഫുൾ റീബാറിന്റെ കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. സോ റീഇൻഫോഴ്സ്മെന്റ് സപ്പോർട്ട് ആയിരുന്നു ഞങ്ങൾ ചെയ്തത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, കാക്കക്കൂട്ടി കല്ലിട്ട പോലെ നിറച്ചിരിക്കുക. പക്ഷെ സൈറ്റിൽ കമ്പി ഇടുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇതൊരു സൈറ്റിൽ പോവാണ്ട് നിങ്ങൾക്ക് ഇത്രയും ക്ലാരിറ്റിയിൽ കമ്പി എവിടെ കിടക്കുന്നു, അത് ഏത് സ്പേസിങ്ങിൽ എങ്ങനെ കൊടുക്കണം എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അല്ലെങ്കിൽ എന്തൊക്കെ ക്ലാഷസ് അറൈസ് ചെയ്യാം, ആ ക്ലാഷസ് എങ്ങനെ റിസോൾവ് ചെയ്യാം, ബാർ എങ്ങനെ ബെൻഡ് ചെയ്യണം, ആ ക്ലാഷസ് നിന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ലെവൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന അപ്പുറമാണ്. അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഇത്ര സിമ്പിൾ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റീബാർ വർക്ക് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് പലർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കി എടുക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ഉള്ള കാര്യമാണ്. സൈറ്റ് എഞ്ചിനീയേഴ്സ് പ്രത്യേകിച്ചും ഫ്രഷേഴ്സിന് വരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് സൈറ്റിൽ ബാർ എങ്ങനെ കൊടുക്കണം. അതാണ് അവരുടെ മെയിൻ കൺഫ്യൂഷൻ. അവിടെയാണ്
മിക്ക എഞ്ചിനീയേഴ്സും ഫെയിൽ ആവുന്നത് തന്നെ. അവിടെ ആ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ എടുക്കുന്ന 2-3 വർഷമാണ് സൈറ്റിൽ നമ്മളെ ശരിക്കും സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നത്. സോ ആ വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതല്ലേ നല്ല ഓപ്ഷൻ. നിങ്ങൾക്ക് അപ്പോ ഒരു 5 കൊല്ലം കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5-6 മാസത്തെ സ്ട്രഗിളിൽ ഒരു മോഡലിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈവൻ ഇഫ് നിങ്ങളൊരു കമ്പനിക്ക് വേണ്ടി ചെയ്തില്ലെങ്കിലും പേഴ്സണലി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് റീബാർ മോഡലിംഗ്. ഇവിടെ ഇപ്പൊ ഒരു പൈൽ ക്യാപ്പിന്റെ ബാറുണ്ട്, അതിന്റെ കേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബീമിന്റെ ജംഗ്ഷനും ഉണ്ട്. ഇതിപ്പോ ഇതിൽ കാണാൻ തന്നെ ഭയങ്കര കോംപ്ലക്സാ. സോ സൈറ്റിൽ ഇതിലും കോംപ്ലക്സ് ആയിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പൊ സൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും പല കാര്യങ്ങളിലെ ക്ലാഷസ് വരാം. ഇവിടെ കണ്ടോ ഈ ബാർ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്, അത് പൈൽ ക്യാപ്പിന് റീബാറായിട്ട് ക്ലാഷ് ഉള്ളതുകൊണ്ടാണ് ബെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നത്. ഇവിടെ ഇപ്പൊ കണ്ടോ ഈ 2 ബാർ തമ്മിൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് രണ്ടും ഏകദേശം അടുത്തടുത്ത് കൊടുക്കുന്നതാണ്. അപ്പൊ സൈറ്റിൽ വരുമ്പോഴത്തേക്കും ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്പേസിങ് ഇങ്ങനെ മാറും. അങ്ങനത്തെ പല കാര്യങ്ങളും ഇനീഷ്യലി നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നോക്കിയിട്ട് അതിന് സൊല്യൂഷൻ കൊണ്ടുവരാം. ഇതിപ്പോ നമുക്ക് ബാറിൽ നീക്കിയാൽ മതി ഉള്ള സൊല്യൂഷൻ കൊണ്ടുവരാം. പക്ഷെ അങ്ങനെ നീക്കുമ്പോൾ നമുക്കിവിടെ സ്പേസിങ് അഗ്രിഗേറ്റ് ഇറങ്ങാനുള്ള സ്പേസിങ് ഉണ്ടാവും. ഇതിപ്പോ ഫുള്ള് ക്ലസ്റ്റേർഡാ. ഇതിനകത്തോടി കോൺക്രീറ്റ് ഒഴിക്കുമ്പോൾ ഇറങ്ങി പോകുമോ, വൈബ്രേറ്റർ ഇട്ട് അത് സോൾഡിഫൈ ചെയ്യാൻ പറ്റുമോ, ഒരുമിച്ച് പൈൽ ക്യാപ്പും ബീമും നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കുറെ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെ ഈ റീബാർക്കേജ് ഇത്രയും ക്രൗഡഡ് ആയിരിക്കണം എന്ന് മുൻകൂട്ടി അറിയണം. മനസ്സിലായോ? ഇപ്പൊ സൈഡിൽ എനിക്ക് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ പൈൽ ക്യാപ്പിന്റെ ഏത് ലെവൽ വരെയും കോൺക്രീറ്റ് ചെയ്യണം. എന്നിട്ട് എപ്പോ തൊട്ടാണ് നമ്മൾ ബീമിന്റെ കോൺക്രീറ്റ് ചെയ്യുന്നത്, എന്തോരം വർക്ക് സ്റ്റീൽ റീബാർ ചെയ്തതിന് ശേഷമാണ് കോൺക്രീറ്റ് പോർ ചെയ്യേണ്ടത്. ഇതൊക്കെ ആദ്യമായിട്ട് സൈറ്റിൽ ചെന്ന എഞ്ചിനീയേഴ്സിന് വരുന്ന ഡൗട്ട്സ് ആണ്. അതായത് ഇപ്പോ ഒരു ബിൽഡിങ്ങിന്റെ ജസ്റ്റ് ഡ്രോയിങ് തന്നേക്കുക, പൈൽ ക്യാപ്പ്, അതിനൊപ്പം നമുക്ക് റാഫ് സ്ലാബ് ഉണ്ട്, ബീമുണ്ട്, റിട്ടേണിംഗ് വാൾ ഉണ്ട്, ഇത്ര എലമെന്റ്സ് വരും അവിടെ. ആ ഒരു ജംഗ്ഷനിൽ ഇത്ര എലമെന്റ്സ് വരുമ്പോഴത്തേക്കും ഏത് ബാറ് എവിടെ വരും, ഏതൊക്കെ വർക്ക് ആദ്യം തീർക്കണം, ഫുള്ള് റീബാർ ചെയ്താൽ മാത്രമേ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏതൊക്കെ കൺസ്ട്രക്ഷൻ ജോയിന്റ്സ് കൊടുക്കണം, എവിടെയൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇരുന്ന് ആലോചിച്ച് ഇമാജിൻ ചെയ്തൊരു സൊല്യൂഷൻ എടുക്കുന്നതിലും ഈസി ആയിട്ട് മോഡൽ ചെയ്തെടുക്കാം. ഇത് എങ്ങനെ മോഡൽ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. റെവിറ്റിൽ ചെയ്യുന്നത് അത്ര ഭയങ്കര ഈസി എന്ന് ഞാൻ പറയത്തില്ല, ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ആദ്യം ഒന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൽ അത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ മാനുവൽ ആയിട്ട് BVS ചെയ്ത് നോക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. മാനുവൽ ആയിട്ട് മണിക്കൂറോളം ഇരുന്ന് ചെയ്താൽ ഈ BVS സൈറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും പല ചോദ്യങ്ങളും പല പ്രശ്നങ്ങളും വരും. അതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് മോഡൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് ടാക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ സെക്ഷൻസ് എടുത്ത് നമുക്ക് കാണാം. ഇതുമ്പോ തന്നെ നമുക്ക് ഒരു സെക്ഷൻ എടുത്ത് നോക്കാം വേണമെങ്കിൽ. ഓക്കെ, സോ റീബാറിന്റെ പോർഷൻ ഞാനേ അതൊരു സെപ്പറേറ്റ് സെഷനായിട്ട് നിങ്ങൾക്ക് എടുത്തു തരാം. അതിൽ കുറെ അധികം നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. ഇങ്ങനെ വായി പിടിച്ച് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇന്ന് വേറൊരു പാർട്ടും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്, അതായത് എസ്റ്റിമാക്സിനെ എങ്ങനെ 3D കൊണ്ടുവരാം എന്നൊരു പോർഷൻ. ഇതിന്റെ ഒരു PPT ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തന്നു. അതേ PPT ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് ഞാൻ ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ലൈവ് കാണിക്കാം. ഓക്കെ, സോ 2Dന്ന് ഈസി ആയിട്ട് 3D അങ്ങനെ എടുക്കാം. യൂഷ്വലി ഒരു പ്രൊസീജിയറിൽ റെവിറ്റിലാണെങ്കിൽ നമ്മൾ ആ പ്ലാൻ ഇമ്പോർട്ട് ചെയ്ത് വെച്ച് തന്നെ മേലിൽ കൂടി വരച്ച് അതിന്റെ, അതായത് മേലിൽ കൂടി വരയ്ക്കാതെ മേലിൽ കൂടി ബീമും കോളും ഒക്കെ വരച്ച് അല്ലെങ്കിൽ വാൾസ് ഒക്കെ വരച്ച് ജോയിന്റ് ഒക്കെ ഫിക്സ് ചെയ്താണ് 3D വരയ്ക്കുക. 3D മോഡൽ പ്രിപ്പയർ ചെയ്യാം. സോ അതിനെടുക്കുന്ന ഒരു ടൈം, ഒരു ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ എങ്ങനെ ഒരു 8 മണിക്കൂറൊക്കെ എടുക്കും. ഏറ്റവും കുറവാണ് ഞാൻ പറയുന്നത്. അതിൽ കൂടുതൽ എടുക്കുന്ന കേസസ് ഉണ്ട്. അത് ഫൈൻ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ആഴ്ചകളോളം എടുക്കും. നമ്മൾ ലൈറ്റിങ്ങും അതുപോലെ വെന്റിലേഷനും അങ്ങനെ എല്ലാ ഫൈനൽ ഡീറ്റെയിൽസും ചെയ്യുവാണെങ്കിൽ അതിലും കൂടുതൽ ടൈം എടുക്കും. ബേസിക് നമ്മൾ വാള്, ഡോറ്, ജോയിനറി, സ്റ്റെയർകേസ്,
അതുപോലെ തന്നെ റൂഫ്, അങ്ങനത്തെ ബേസിക് എലമെന്റ്സ് ചെയ്ത് ഒരു ഷേപ്പ് മാത്രം, ഫോം മാത്രം പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ ഒരു മിനിമം 8 മണിക്കൂറൊക്കെ എടുക്കും. എക്സ്പീരിയൻസും അനുസരിച്ച് അത് 8 മണിക്കൂറിൽ കുറഞ്ഞാലും നമുക്കൊരു 7-8 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിലും കൂടുതൽ വേണ്ടി വരും. പ്ലാൻ കോപ്പി ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് 1-1.5 മണിക്കൂർ അതുവരെ പോകും. പിന്നെ അത് ഓരോരുത്തരും സ്കിൽ അനുസരിച്ചായിരിക്കും ആ സ്പീഡ് പിന്നെയും മാറുന്നത്. ഓക്കെ, സോ ഇതിലും കുറഞ്ഞ ടൈമിൽ ചെയ്യാൻ പറ്റുമോ? ഇതിലും കുറഞ്ഞ ടൈമിൽ ചെയ്താലായിരിക്കും എക്കണോമിക്. നമുക്ക് എന്തെങ്കിലും ലാഭം അല്ലെങ്കിൽ സമയം ലാഭിക്കണമെങ്കിൽ അതിലും കുറവ് ടൈമിൽ ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടിങ് ടൂൾസ് വേണം. അപ്പൊ നമ്മൾ അതിനാദ്യം ചെയ്യുന്നത് ഓട്ടോക്യാഡിൽ ഡ്രാഫ്റ്റ് ചെയ്യും. ഇതിപ്പം നമ്മൾ എന്തെങ്കിലും എസ്റ്റിമേഷന് വേണ്ടിയും ചെയ്യും, പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ചെയ്യും. സോ ആ ഡ്രാഫ്റ്റ് ചെയ്ത ഡ്രോയിങ് നമ്മൾ പ്രോപ്പർ ലെയേഴ്സിലൊക്കെ വരച്ച് എല്ലാം ശരിയാക്കി വെച്ചതിന് ശേഷം എസ്റ്റിമാക്സിൽ ഒന്ന് സ്കാൻ ചെയ്യും. സോ സ്കാൻ ചെയ്യുമ്പോൾ എസ്റ്റിമാക്സ് ഇൻഫർമേഷൻസ് സെൻട്രൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യും. ഇത് നമുക്ക് ERP-ലേക്ക് അപ്ലോഡ് ചെയ്തിട്ടും റെവിറ്റിലേക്ക് കൊണ്ടുവരാം, അതല്ലാണ്ട് ഡയറക്റ്റും റെവിറ്റിലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ 2 മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ERP-ൽ അപ്ലോഡ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കൊരു ഗുണം എന്ന് വെച്ചാൽ അത് വെച്ച് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യാം, പ്ലാനിങ്ങിലേക്കും എടുക്കാൻ പറ്റും. അപ്പോൾ ERP-ൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലൊരു പ്രൊജക്ട് ID ഉണ്ടാവും, ID സൂക്ഷിച്ചു വെക്കുക. പിന്നെ വരുന്നത് സ്റ്റെപ്പ് 4 റെവിറ്റ് മോഡലിംഗ്. ഇപ്പൊ നിങ്ങൾ ERP കയറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് അതിനെ .estj ഫയലായിട്ട് സേവ് ചെയ്തിട്ട് അതിന് റെവിറ്റിൽ കൊണ്ടുവരാം. റെവിറ്റിൽ കൊണ്ടുവന്നാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള എൻട്രീസ് ഒക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് ആഡിൻസ് ആയിട്ടാണ്, ഇതൊരു പ്ലഗിൻ ആണ്, സോ ആഡിൻസ് ആയിട്ടാണ് ചെയ്യാറ്. ഇത് പഴയ വേർഷന്റെ വീഡിയോ ആണ്, സോ ഇത്തിരി വ്യത്യാസം ഉണ്ടാകും നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അതിൽ നമ്മൾ പോയിട്ട് ഇത് ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുക നമ്മൾ എങ്ങനെയാണ് ഓട്ടോക്യാഡിൽ വരച്ച് അതിന്റെ ഒരു 3D എന്ന രീതിയിൽ കിട്ടുക. ഇത് അസംബിൾ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു 5-10 മിനിറ്റ് മതിയാവും. ഓൾറെഡി ഇരിക്കുന്ന സാധനം പിറക്കി വെച്ചാൽ പോരെ, നമ്മൾ ലീഗോ ബോക്സസ് വെച്ച് കളിക്കുന്ന പോലെ ഒന്ന് പിറക്കി വെച്ച് ശരിയാക്കി എടുക്കുക. അതിനുശേഷം ഈ ഒരു ഫൈനൽ ഫോമിലേക്ക് എത്താൻ ഒരു എന്താ പറയാ, ലെയേഴ്സും കളേഴ്സും കറക്റ്റ് ചെയ്യുക, പിന്നെ ജോയിനറി വെക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു 2-3 മണിക്കൂറും കൂടി വിചാരിച്ചാൽ ഒരു 5 മണിക്കൂറിനുള്ളിൽ ഇത്രയും ഫോം ചെയ്തെടുക്കാം. ഇതിലും കൂടുതലും ചെയ്യാൻ പറ്റും. 5 മണിക്കൂർ വേണ്ട ശരിക്കും പറഞ്ഞാല്. ഞാൻ പിന്നെ ഒരു ബിഗിനർ ലെവലിൽ പറഞ്ഞത് 5 മണിക്കൂറിന്. ഇതെല്ലാം ഒന്ന് അസംബിൾ ചെയ്ത് അതിന് കുറെ കളർ കൊടുത്ത്, ലെയർ കൊടുത്ത്, ഫാമിലി കൊടുത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം. ഇതും ഞങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതായത് ഓട്ടോമാറ്റിക് പ്ലഗിൻ വെച്ച് തന്നെ അസംബിൾ ചെയ്തെടുക്കാനുള്ള നോക്കുന്നുണ്ട്. അത് ഫൈനൽ സ്റ്റേജ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടില്ല. സോ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കാണാം. ഇപ്പോ ടൈം കുറയ്ക്കുക എന്നൊരു ഉദ്ദേശം കൊണ്ട് ചെയ്തൊരു പ്ലഗിൻ ആണ്. അതിന്റെ ഡെമോൺസ്ട്രേഷൻ ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഒരു എസ്റ്റിമാക്സ് ഫയൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഓട്ടോക്യാഡ് ഫയല്. ഇതൊരു G+1+2 ഓക്കെ, G+3 ഉണ്ട്. G+3 സ്ട്രക്ചർ ആണ്. അതിന്റെ ഓൾറെഡി എസ്റ്റിമാക്സ് ഫയൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സേവ് ആസ് ചെയ്തായിരുന്നു ESTJ ആയിട്ട്. അതായത് ഫയലില് സേവ് ആസിൽ നമുക്ക് ESTJ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതപ്പോ സേവ് ചെയ്ത് വയ്ക്കുക. ESTJ ആയിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം റെവിറ്റ്. ഇതിപ്പോ പുതിയ മെത്തേഡിലാണ്, ERP പോവാണ്ട് തന്നെ ചെയ്യാവുന്ന മെത്തേഡാണ്. പ്ലാനിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ ഈ മെത്തേഡിലൂടെ ജനറേറ്റ് ചെയ്യാം. സോ ഇതാ റെവിറ്റിന്റെ മെയിൻ ഹോം പേജ് ആണ്. നിങ്ങൾ ഇന്നലെ കണ്ടു കാണും. ഇപ്പൊ ഇതിനകത്ത് എന്റെ പ്രൊജക്ട്സ് ഒക്കെ ആയി കാണുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന റീബാർ മോഡലിംഗ് ആണ്. എനിക്ക് ഇത്തിരി ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഏരിയയിലാണ്. സോ സ്ട്രക്ചർ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ആ ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യണേ. ഫുൾ ബിൽഡിംഗ് മോഡലിംഗിലേക്ക് ഞാൻ ഇരിക്കാറില്ല. റീബാർ ആണ് കൂടുതൽ എന്റെ ഏരിയ. പിന്നെ വരുന്നത് ഇതിനകത്ത് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. അപ്പൊ ഇന്നലെ ഡാനി പറഞ്ഞ പോലെ സ്ട്രക്ചർ ടെംപ്ലേറ്റ് എടുത്താലേ സ്ട്രക്ചർ എലമെന്റ്സ് ആക്റ്റീവ് ആയിരിക്കുള്ളൂ. അതിന്റെ കുറെ ഫാമിലി ഫയൽസ് നമുക്ക് ആക്സസ് ചെയ്യാനൊക്കെ എളുപ്പം ഇതാണ്. അപ്പോൾ ആ ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഞാനത് ചൂസ് ചെയ്യാൻ വേറെ റീസണും കൂടി ഉണ്ട്. എക്സ്ബിൽഡ് സോഫ്റ്റിന്റെ ഈ പ്ലഗിൻ വർക്ക് ചെയ്യണമെങ്കിൽ അത് ആ ഒരു ടെംപ്ലേറ്റിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഏത് ഫയലും നമ്മൾ ഓട്ടോക്യാഡ് ആവട്ടെ, റെവിറ്റ് ആവട്ടെ, ഏത് സോഫ്റ്റ്വെയർ എടുത്താലും ആദ്യം എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആദ്യം യൂണിറ്റ്സ് സെറ്റ് ചെയ്യണം. യൂണിറ്റ്സ് എടുക്കാനുള്ള ഷോർട്ട് കട്ട് UN ആണ്. എൻ്റർ അടിക്കണ്ട. ഓട്ടോക്യാഡിലെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കണം. പക്ഷെ റെവിറ്റിൽ ഷോർട്ട് കട്ട്സ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കരുത്. അടിച്ചാൽ അത് ക്ലോസ് ആയി പോകും.
ഓട്ടോമാറ്റിക് ഓക്കെ ആണ്. നമ്മൾ ഇത് UN ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുമ്പോൾ തന്നെ ഓക്കെ അടിച്ച് ക്ലോസ് ആയി പോകും. സോ UN ടൈപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ യൂണിറ്റ് ഒന്ന് മാറ്റുക. എനിക്ക് ഈ ഡ്രോയിങ് സെന്റിമീറ്ററിലാണ്, സോ ഇതെല്ലാം സെന്റിമീറ്ററിലാക്കുക. ബാക്കി ഒന്നും മാറ്റിയില്ലെങ്കിലും ലെങ്ത് ആൻഡ് ഡിസ്റ്റൻസ് സെയിം യൂണിറ്റിലായിരിക്കണം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇതിന് ശേഷം നേരെ ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് ആകെ 2 ലെവൽസ് ഉള്ളൂ. ഞാൻ ഇതിന്റെ വ്യൂസിൽ പ്ലാൻ വ്യൂസ് കൊണ്ടൊന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ. ഫ്ലോർ പ്ലാൻ നമുക്ക് ആകെ ലെവൽ 1 and 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ക്രിയേറ്റ് ചെയ്യുന്നില്ല, തൽക്കാലം ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്കിവിടെ 3-4 പ്ലഗിൻ ഉണ്ട്. സ്ലാബ് ഡ്രോ ഉണ്ട്, ഓട്ടോ ഹോം ബിൽഡർ ഉണ്ട്, ബീം ഡ്രോ ഉണ്ട്, കോളം ഡ്രോ ഉണ്ട്. ഇതൊക്കെ ഞാൻ അടുത്ത ദിവസം പറഞ്ഞു തരാം. എസ്റ്റിമാക്സ് ടു റെവിറ്റ് നമുക്ക് ഇന്ന് നോക്കാം. ഇതിനകത്ത് ഈ പ്രൊജക്ട് ID ചോദിക്കുന്നത് ERP കൊണ്ടുവരുന്നതിനാ. നമുക്ക് തൽക്കാലം ERP വരെയും പോകുന്നില്ല, നമ്മൾ എസ്റ്റിമാക്സ് നേരെ എടുക്കുക. സോ അതിന് നമ്മൾ ഇവിടെ ഒരു സൈഡ് ഓപ്ഷൻ ഉണ്ട്, നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനാ. അത് വെച്ചിട്ട് നമ്മളിപ്പോ സേവ് ചെയ്ത് കൊടുത്ത ഫയൽ എടുക്കുക. ഓപ്പൺ കൊടുക്കുക. അപ്പൊ ഫയൽ കയറിയിട്ടുണ്ട്. എനിക്ക് ജോയിനറി ഒന്നും വേണ്ട, സോ ഞാൻ അൺടിക്ക് ചെയ്യാണ്, ഡ്രോ കൊടുക്കുക. കാരണം ജോയിനറി ഓപ്ഷൻ ഇട്ടാലും ഇല്ലെങ്കിലും റെവിറ്റിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. പിന്നെ അത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ആ ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ. ഓ, ഇവിടെ ഇപ്പൊ 2 ഫ്ലോറെ കാണിക്കുന്നുണ്ടോ? മൊത്തം വന്നോ നോക്കട്ടെ ഒന്ന്. മൊത്തം വന്നിട്ടുണ്ട്. ഫ്ലോർ വൈസ് പൊങ്ങിയാ വന്നേക്കുന്നത് കണ്ടോ. ഓരോ ഫ്ലോർ വൈസ് പൊങ്ങിയാ. നേരത്തെ അപ്ഡേറ്റിൽ ഇങ്ങനെ ഫ്ലോർ വൈസ് വരത്തില്ലായിരുന്നു, എല്ലാം താഴെയായിരുന്നു. ഇപ്പൊ അത് പൊങ്ങി വരാനുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ ഫ്ലോറിന്റെ ബീം മേളിൽ വരുന്നതാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് ചെയ്തിട്ടുണ്ട്. പഴയ വേർഷനിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ കുറച്ചായി ഇത് ഉപയോഗിച്ചിട്ട്, അതുകൊണ്ടാണ് ഇത്ര എനിക്കും പുതിയതുപോലെ ഇരിക്കുന്നത്. പക്ഷെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കോമൺ പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് കൊണ്ടുവയ്ക്കുക. അത് മാത്രമേ ബാക്കിയുള്ളൂ. സോ നമ്മൾ കോമൺ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ ഇതിന്റെ അകത്ത് നോക്കുക. സെയിം ആയിട്ട് വരുന്ന ഒരു കോളം, അതായത് താഴോട്ട് മേള് വരെ പോകുന്ന ഒരു കോളം നമുക്ക് അതിന്റെ റെഫറൻസ് ആയിട്ട് നോക്കാം. ഇപ്പൊ ഈ ഒരു കോളം നമുക്ക് എല്ലാ ഫ്ലോറിലും ഉണ്ട്. അപ്പൊ അത് റെഫറൻസ് ആയിട്ട് എടുക്കാം. ഹെഡ് റൂമിന് പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണമെങ്കിൽ ഈ കോർണറിലെ കോളം എടുക്കണം. അത് കോമൺ ആണോ? അതും കോമൺ ആണ്. സോ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അത് വെച്ച് നമുക്കൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. ഇതിൽ സ്ലാബ് വന്നിട്ടില്ല. സ്ലാബ് കൊണ്ടുവരുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മൾ എസ്റ്റിമാക്സിൽ സ്കാൻ ചെയ്യുമ്പോഴേ സ്ലാബിൻ്റെതായിട്ട് എടുക്കുന്നത് ഏരിയ മാത്രം. ഇതിപ്പോ ഫൗണ്ടേഷൻ ആണ്, ഫൗണ്ടേഷൻ സ്ലാബ് ഇല്ല. ഇതിനകത്ത് നമ്മൾ സ്ലാബിൽ ഏരിയ മാത്രം എടുക്കുന്നുള്ളൂ. അതിന്റെ എൻഡ് പോയിന്റ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എടുക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ സ്ലാബ് എടുക്കാൻ പറ്റത്തില്ല. അതിനൊരു പുതിയ അപ്ഡേറ്റ് കൂടി വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ സ്ലാബ് എടുക്കും. പിന്നെ ഇവിടെ ഈ കട്ടിങ് പോലെ കാണുന്നുണ്ടോ, ജോയിനറി വരുന്ന അവിടെ വോള് ജോയിൻ ആവത്തില്ല. നിങ്ങൾ വരച്ചേക്കുന്നതും അങ്ങനെയല്ലേ. ഇപ്പൊ ഡ്രോയിങ് നമ്മൾ വരച്ചേക്കുന്നത് വിൻഡോ ഉള്ളിടത്ത് സെൻട്രൽ ലൈൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എസ്റ്റിമാക്സിൽ അല്ലെങ്കിൽ റെവിറ്റിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ അതിന് വേറൊരു ടെംപ്ലേറ്റ് വെച്ച് സ്കാൻ ചെയ്യണം. ആ ടെംപ്ലേറ്റിൽ നമുക്ക് ഈ വിൻഡോസിന് അടിയിൽ കൂടി ലൈൻ കണ്ടിന്യൂ ചെയ്യുന്ന പോലെ വരയ്ക്കണം. എന്നാൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ എളുപ്പമായിരിക്കാം. ഇതൊരു തെറ്റല്ല, ഇങ്ങനെ തന്നെയാണ്. അതിന്റെ ലോജിക് ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ജോയിനറി വേണ്ടാന്ന് കാണിച്ചുകൊണ്ട് അവിടെ വോള് കട്ടായി വരുന്നതാണ് കാണുന്നത്. ഞാൻ തൽക്കാലം ഈ ഫ്രെയിംസ് മാത്രം ഒന്ന് ജോയിൻ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. യൂഷ്വലി നമ്മൾ 3D എടുക്കുമ്പോഴേ അവര് എല്ലായിടത്തും കാണുന്നൊരു ടെൻഡൻസി എന്ന് പറയുന്നത് എല്ലാവരും ജസ്റ്റ് ആർക്കിടെക്ചർ പാർട്ട് മാത്രമേ വരയ്ക്കത്തുള്ളൂ. ബീമും കോളവും ഒന്നും വരയ്ക്കത്തില്ല. അപ്പൊ എന്താ പറ്റുക, ഒരു ബീം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു, അത് ആർക്കിടെക്ചർ ബ്യൂട്ടിക്ക് പറ്റാത്ത രീതിയാണ് നിൽക്കുന്നതെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ച് എടുക്കണം. പക്ഷെ ഇങ്ങനെ മോഡൽ ചെയ്തെടുക്കുവാണെങ്കിൽ ആ ബീം ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ടോ, ആ വ്യൂവിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വ്യൂവിൽ അത് ഒരു ഭംഗി കുറവാണോ എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് മോഡലിംഗിൽ ആൾക്കാർ അതിനെ ഫ്രെയിമും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. സോ നമ്മളിവിടെ ഓൾറെഡി ഫ്രെയിം കൊണ്ടുവരുവാണ്. നിങ്ങൾക്ക് ഈ വോൾസ് കറക്റ്റ് ചെയ്തെടുക്കാൻ മടിയുണ്ടെങ്കിൽ ഈ ബീമിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ അതൊക്കെ എടുക്കുമ്പോഴത്തേക്കും എസ്റ്റിമേഷൻ സൈഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇതില് ഞാൻ 3D അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇതുണ്ടോ, ഈ സ്റ്റോറി വൈസ് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഇതുണ്ടോ, സ്കെയില് മാറ്റുക, 1:1 ആക്കുക. ഇവിടെ വ്യൂ ഫൈൻ ആക്കുക. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസ്പ്ലേയിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് കൊടുക്കുക. അപ്പൊ ഒറിജിനൽ മെറ്റീരിയൽ കാണിക്കും. അത്
കണ്ടോ, അതിന്റെ ഫുൾ ഫ്രെയിം നമുക്ക് കിട്ടി. നമ്മൾ ഈ ടൈപ്സിലൊക്കെ മോഡൽ കാണത്തില്ല, എക്സ്ട്രൂഡഡ് വ്യൂ, അതുപോലെ തന്നെ ഉണ്ട് ഇത്. ഇതിൽ നമുക്ക് ഫൗണ്ടേഷൻസ് ഈസി ആയിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടിപ്പിക്കൽ ഫൗണ്ടേഷൻസ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ എളുപ്പം അത് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലോസും കൊണ്ടുവന്ന് വെക്കാം. ഇതിപ്പോ ഞാൻ സ്കാറ്റേർഡ് ആയതുകൊണ്ട് വെക്കാനതാ, പക്ഷെ അത് കറക്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ ഈ ഫൈൻ ട്യൂണിങ് കാര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ പറഞ്ഞ ബാക്കിയുള്ള 3 മണിക്കൂർ. അത് ഓരോരുത്തരുടെ സ്പീഡ് അനുസരിച്ചാണ് കേട്ടോ ഫൈൻ ട്യൂണിങ്ങിനുള്ള സമയം എടുക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ നേരിട്ട് വരയ്ക്കുവാണെങ്കിൽ എന്തോരം സമയം എടുക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ ആ പ്ലാൻ ട്രേസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല ബോറടിക്കുന്ന സമയമാണ്. ഇതിപ്പോ ടിപ്പിക്കലൊക്കെ ആണെങ്കിലേ ഒരു ഫ്ലോർ ഒക്കെ ചെയ്തിട്ട് ബാക്കി പിന്നെ നമുക്ക് കോപ്പീസിൽ വർക്ക് ചെയ്താലും മതി. കണ്ടോ, അപ്പൊ സ്ലാബ് ഇല്ല, സ്ലാബ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഓരോ ഫ്ലോർ വൈസ്. അത് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. അതിന് നമ്മൾ വ്യൂവിൽ പോയിട്ട് പ്ലാൻ വ്യൂസിൽ ബാക്കി പ്ലാൻ വ്യൂസ് ക്രിയേറ്റ് ചെയ്യണം. ഇതിലിപ്പോ ലെവൽസ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട, അത് എസ്മാക്സിലുള്ള ലെവൽസ് ഇതിലേക്ക് ഇമ്പോർട്ട് ആയി വരും. അപ്പൊ നമുക്ക് ആ ലെവൽസ് ഇവിടെ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഫ്ലോറിൽ സ്ലാബ് കൊണ്ടുവരാം. ഇനി സ്ലാബിന് കൊണ്ടുവരാൻ വേറെയും കുറച്ച് മെത്തേഡും ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് വേണമെങ്കിൽ ഇതില് ഒരു സ്ലാബ് വരച്ചു കൊടുക്കാനാണെങ്കിൽ സ്ട്രക്ചർ എടുക്കുക, ഇതിൽ ഫ്ലോർ എടുക്കുക, സ്ട്രക്ചർ ഫ്ലോർ എടുക്കുക, ജനറിക് 300 എടുത്തിട്ട് എഡിറ്റ് ചെയ്താൽ മതി. നമുക്ക് എഡിറ്റില് ഡ്യൂപ്ലിക്കേറ്റ് ഫ്ലോർ ഒരു 150, അതിൽ കൂടുതലൊന്നും വരാറില്ല. ഇതിപ്പോ ഒരു വീടല്ലേ, 150 ഇല്ലെങ്കിൽ 120 ആയാലും മതിയാവും. 120 mm തിക്ക്. ഓക്കെ, നിങ്ങൾ യൂണിറ്റ് എൻ്റർ ചെയ്തേക്കുന്ന സെന്റിമീറ്റർ, അതുകൊണ്ടാണ് ഇവിടെ സെന്റിമീറ്റേഴ്സിൽ കാണുന്നത്. അത് വേണമെങ്കിൽ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്റാം. മെറ്റീരിയൽ എനിക്ക് കോൺക്രീറ്റ് വേണം. ഇത് റെൻഡേർഡ് അപ്പിയറൻസ് കൊടുത്തില്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ട് ഇരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, ഇത് തന്നെ നമുക്ക് പെയിന്റ് ഫിനിഷസും പ്ലാസ്റ്ററിങ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനാണ് നമുക്ക് ഇവിടെ ഉണ്ടോ, ഇതിന് മുന്നേ കോറിന് മുന്നേ ഇൻസേർട്ട് കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്ററിങ്ങിനെ ഫിനിഷിങ്ങിനെ കളർ കൊടുക്കാം. സോ കട്ട് ചെയ്ത് വരുമ്പോൾ ആ ലെയേഴ്സിന്റെ തിക്നെസ് കറക്റ്റ് ആയിട്ട് റിയലിസ്റ്റിക്കലി കാണിക്കും. തൽക്കാലം ഞാൻ അത്രയൊന്നും പോകുന്നില്ല, ഇത്രയും മാത്രം മതി. ഓക്കെ, ഇതില് ഇനി ബൗണ്ടറി എടുത്ത് കൊടുക്കുക. സിമ്പിൾ റെക്ടാങ്കുലർ സ്ലാബ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ആർക്കിടെക്ചർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. സ്പാൻ ഡയറക്ഷൻ എൻ്റെത് ഈ ഷോർട്ട് ഡയറക്ഷൻ ആയിട്ട് എടുക്കുവാണ്. ഇനി വേരിങ് ഡെപ്ത് ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ഞാനിപ്പോ ത്രൂ ഔട്ട് ഒരു എടുത്തേക്കുന്നത്. ഇനി ഇതിനൊന്ന് 3D പോയി നോക്കാം. ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് തന്നെ കോപ്പീസ് എടുത്ത് പേസ്റ്റ് കൊടുത്താൽ മതി. അലൈൻ ടു സെലക്ടഡ് ലെവൽസ്. ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കൊടുക്കുക. ഇവിടെ 2 കോപ്പി വന്നു. ഒരെണ്ണം കളഞ്ഞ, ഓക്കെ, കളഞ്ഞത് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി. ഇനി ഇത് വരുമ്പോ ഹെഡ്റൂമില് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാല് ഓക്കെ, സ്പാൻ ഡയറക്ഷൻ മാറ്റി കൊടുക്കുക. ഓക്കെ, ഇത് കണ്ടോ, ഒരു ഫുൾ മോഡൽ ആയിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് കൂട്ടുകൾ വന്നത് ഞാൻ പറഞ്ഞല്ലോ, ഡ്രാഫ്റ്റിംഗ് മാറ്റി ചെയ്യണം. റെവിറ്റിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഡ്രാഫ്റ്റിംഗിന്റെ അപ്രോച്ചും ടെംപ്ലേറ്റും വേറെ. ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്നിരുന്നൊരു ഫയൽ എടുത്ത് കാണിക്കുകയോ ചെയ്തത്. ശരിക്കും ഇതിനുള്ള സെപ്പറേറ്റ് ടെംപ്ലേറ്റും ഉണ്ട്, അതിൻ്റെ ഒരു അതിൻ്റെതായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് മെത്തേഡും ഉണ്ട്. അത് തന്നെ ചെയ്യേണ്ടി വരും. എന്നാലാണ് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫുൾ ഫിനിഷ്ഡ് ആയിട്ട് ഞാൻ ആദ്യം PPT കാണിച്ചതില്ലേ അതുപോലെ കിട്ടും. ഇതിപ്പോ തൽക്കാലം അല്ലാണ്ട് ചെയ്തതാണ്. നമ്മൾ ഈ മീറ്റിംഗ് തുടങ്ങിയിട്ട് എന്റെ സ്റ്റാർട്ടിങ്ങിലെ വാചകടി ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിന്റെ മോഡലാ ഇരിക്കുന്ന കയ്യിൽ. ഇത് തന്നെ ബീം അവിടെ വരും, കോളം അവിടെ വരും എന്നുള്ള അതും നമുക്ക് ഇത് രണ്ടും സ്ട്രക്ചർ മോഡലും ആർട്ടിഫിഷ്യൽ മോഡലും കൂടി ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാഷസ് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് ഫൈൻ ട്യൂൺ ചെയ്ത് വിൻഡോസും ഡോറൊക്കെ ഇട്ടെടുക്കാനുള്ള ടൈമാണ് എക്സ്ട്രാ ഞാൻ പറഞ്ഞ ടൈം. അതൊരു നിങ്ങൾ ഫാസ്റ്റ് ആണെങ്കിൽ ഫ്ലോസ് എല്ലാം ടിപ്പിക്കൽ ആണെങ്കിൽ
1-2 മണിക്കൂർ മാക്സിമം എടുക്കത്തുള്ളൂ. അതിൽ തന്നെ നമ്മൾ ഫാമിലീസ് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അത്രയും എടുക്കത്തില്ല, 1 മണിക്കൂർ മൊത്തത്തില്. ഒന്ന് ആലോചിച്ച് നോക്കി, 8 മണിക്കൂർ മിനിമം വേണ്ട ഒരു ടാസ്കിനാ വെറും 10 മിനിറ്റിൽ നമ്മൾ ചെയ്തത്. സോ സിമിലർ ആയിട്ടുള്ള കുറേ സൊല്യൂഷൻസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഈസി ആയിട്ട് അതുപോലെ സമയം കുറച്ച് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കൊണ്ടുവരാനുള്ള ഒരു ട്രയൽ, അത്ര മാത്രം. ഇതുപോലെ നമുക്ക് സ്ലാബ് ഡ്രോ ഉപയോഗിക്കുന്നത് സ്ലാബിന്റെ റീബാർ വരയ്ക്കാനാണ്. അപ്പൊ ഞാൻ നേരത്തെ വരച്ച് കാണിച്ചില്ലേ, ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഫുൾ ബിൽഡിങ്ങിന്റെ സ്റ്റീൽ വന്നതിന്റെ കാണിച്ചില്ലേ, അതില് സ്ലാബ് ഡ്രോ വെച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഓട്ടോ ഹോം ബിൽഡർ ഉണ്ട്, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് കൊടുത്തു നോക്കാം. ഓ സോറി, ഇതിനകത്ത് അത് വർക്ക് ചെയ്യത്തില്ല. അത് ഓട്ടോ ഹോം ബിൽഡർ വർക്ക് ചെയ്യണമെങ്കിൽ അത് ആർക്കിടെക്ചർ ടെംപ്ലേറ്റിലെ വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ വരുന്നത് ബീം ഡ്രോ ആണ്. ബീം ഡ്രോയിലും നമ്മൾ ബീമിലെ കമ്പി വരയ്ക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അതിലിപ്പോ മെയിൻ ബാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതിന് അത് ഓക്കെയാണ്. നമ്മൾ BBS ചെയ്ത് വെച്ചാൽ ആ BBS ഡ്രോയിങ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, നമുക്ക് അതിന്റെ 3D റീഇൻഫോഴ്സ്മെന്റ് കിട്ടും. കോളം ഡ്രോ, അതിന് ETABS ഫയൽ വേണം. ETABS ഫയലിൽ നിന്നാണ് അതിന്റെ ഇൻപുട്ട് എടുത്തിട്ട് നമ്മൾ കോളത്തിന്റെ മെയിൻ ബാർ വരയ്ക്കും. കറക്റ്റ് ആയിട്ട് ലാപ്പിംഗ് ഒക്കെ ഉൾപ്പെടെയാണ് അത് വരച്ചു പോകുന്നത്. അത്രയും അക്യുറസിയിൽ അത് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ പ്ലഗിൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇപ്പൊ സെയിൽ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, ഇതൊന്നും ഫോർ സെയിൽ അല്ല. ഇതെല്ലാം ഞങ്ങളുടെ ഇന്റേണൽ യൂസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. എല്ലാത്തിനും ഒരു ഈസി ആയിട്ട് ക്വിക്ക് റിവ്യൂ കിട്ടാൻ. ഇപ്പൊ നമുക്ക് സൈഡിലൊരു ക്ലാഷ് വരുവാണെങ്കിൽ സ്വന്തം ഒരു റെവിറ്റ് മോഡൽ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കില്ലേ. സെയിം റീസൺ കൊണ്ടാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്തതും യൂസ് ചെയ്യുന്നതും. ഓക്കെ, എല്ലാ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിന് ഇതിന്റെ പുറകിൽ ഒറ്റ റീസൺ ഉള്ളൂ, കുറഞ്ഞ സമയത്ത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ, എന്നാൽ എഞ്ചിനീയേഴ്സ് അധികം കടന്ന് കഷ്ടപ്പെടാണ്ട് ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ ക്ലയന്റ് ഇംപ്രസ്ഡ് ആയിരിക്കും, അവർക്ക് വേണ്ട സൊല്യൂഷൻ ഓൺ ടൈം കിട്ടും. ഇപ്പൊ സൈറ്റിൽ ഒരു ക്ലാഷ് ഉണ്ട്, അത് സോൾവ് ചെയ്യാൻ നിങ്ങൾ ഒരാഴ്ച എടുക്കുമെങ്കിൽ ഒരാഴ്ച സൈറ്റിൽ പണി നടക്കാണ്ട് കിടക്കുമല്ലേ. അപ്പൊ പ്രൊജക്ട് പ്ലാനിങ് അവിടെ താറുമാറായി, പ്രൊജക്ട് മാനേജ്മെന്റ് താറുമാറായി, ക്വാളിറ്റി അവിടെ കോംപ്രമൈസ്ഡ് ആവും. ഇനി അത് കുറച്ച് സമയം കുറച്ച് കൊടുക്കാൻ നോക്കി ക്വാളിറ്റി ഉറപ്പായിട്ടും കോംപ്രമൈസ്ഡ് ആവും, പ്രൊജക്ടിന്റെ ബഡ്ജറ്റ് ഔട്ട് ആവും. അങ്ങനെ പല കാര്യങ്ങൾ വരും, ക്ലയന്റ് നല്ല ലോസ് വരും. ഇത് ചിലപ്പോൾ ആന്റിസിപ്പേറ്റ് ചെയ്യാത്തൊരു ക്ലാഷ് ആയിരിക്കും വന്നേക്കുന്നത്, അങ്ങനത്തെ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു ക്ലാഷ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനൊരു 3D ലെവലിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ ഇരുന്ന് ഇമാജിൻ ചെയ്ത് തല പൊട്ടിക്കുന്നതിന് പകരം എളുപ്പമായിട്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ കൂടുതൽ റെവിറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അനുസരിച്ചായിരിക്കും. റെവിറ്റിന്റെ ഈ ഒരു സൈഡിലേക്ക് അധികം ആൾക്കാർ പോയിട്ടില്ല, കാരണം റെവിറ്റിനെ എല്ലാവരും കാണുന്നത് ഒരു 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടാണ്, അല്ലെങ്കിൽ റെൻഡറിങ് ടൂൾ ആയിട്ടൊക്കെയാണ് കാണുന്നുള്ളൂ. അതിലപ്പുറം അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറും ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് റീബാർ ആഫ്റ്റർ സ്ട്രക്ചർ ഡിസൈൻ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നിലവിലില്ല. കറന്റ് വേർഷനിൽ റെവിറ്റില് 24 വേർഷനിൽ അതില്ല. റോബോ സ്ട്രക്ചർ ഡിസൈൻ എന്ന് പറഞ്ഞ ഓട്ടോഡെസ്കിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഇപ്പൊ ETABS പോലെയൊക്കെ ഒരു സോഫ്റ്റ്വെയർ കുറച്ചും കൂടെയൊക്കെ കപ്പാസിറ്റി ഉണ്ട്. അതിൽ നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ റീബാർ ഡീറ്റെയിലിംഗ് പ്രൊഡ്യൂസ് ചെയ്യും എന്നതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അത് നേരത്തെ പഴയ വേർഷൻസിൽ 2021 വേർഷൻ വരേക്കും ആ റീബാർ നമുക്ക് റെവിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. ഫുൾ ബിൽഡിംഗ് റീബാർ നമുക്ക് അതിൽ ഡിസൈൻ ചെയ്തിട്ട് റെവിറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കാണാൻ പറ്റുമായിരുന്നു. സോ അവിടെ നിന്നാണ് ഞങ്ങൾ ശരിക്കും ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നത്. പക്ഷെ പിന്നീട് ഓട്ടോഡെസ്ക് അത് ക്യാൻസൽ ചെയ്തു. ഇപ്പോഴത്തെ പുതിയ വേർഷൻസിൽ ഒന്നും നമുക്ക് അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. ജസ്റ്റ് റീബാറിന്റെ പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് റെവിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, ബാറായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന രീതിയിലാക്കിയിട്ടുണ്ട്. സോ ആ ഒരു ഡ്രോബാക്കിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആ സ്വന്തമായിട്ട് റീബാർ വരുന്ന പ്ലഗിൻസ്. അപ്പൊ ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ക്ലാഷസ്, അതും നമ്മൾ നോർമൽ ഒരു ബീമും കോളം സ്ലാബും ചെയ്യാൻ ഇത്രയും കൺഫ്യൂഷൻസ് വരത്തില്ല. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ജംഗ്ഷൻ, അവിടെ പൈൽ ക്യാപ്പ്, ബീം, സ്ലാബ്, പോരാണ്ട് റീറ്റെയിനിങ് ഹോള്, ഇത്രയും എലമെന്റ്സ് വരുവാണ്. അപ്പൊ അതിന്റെ സെക്ഷൻ ഡ്രോയിങ് കൊടുക്കണം, അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് കൊടുക്കണം. സ്ട്രക്ചർ എഞ്ചിനീയർക്ക് അത് ചെയ്യാൻ നല്ല പാടായിരിക്കും, അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവണം. അപ്പൊ ഏത് ബാർ എവിടെ വരും എന്ന് കറക്റ്റ് ആയിട്ട് വരച്ചു കൊടുക്കാൻ പറ്റും. ഇനി അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു എഞ്ചിനീയറിനാണെങ്കിൽ ഇത് ചെയ്യാൻ എന്ത് ചെയ്യണം?
റീബാർ മോഡൽ ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ സെക്ഷൻ അങ്ങനെ തന്നെ ഓട്ടോക്യാഡിലേക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ റെവിറ്റിൽ നിന്ന് തന്നെ അതിന്റെ ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് ഡ്രോയിങ് സൈറ്റിൽ കൊടുക്കാം. സൈറ്റിലുള്ളവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ മോഡൽ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ കുറെ ഇംപ്ലിമെന്റേഷൻ സൈഡിലേക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പഠിക്കണം നല്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്വയം പഠിക്കാം. ഞങ്ങളും സപ്പോർട്ട് ചെയ്യും. ബേസിക് മോഡലിംഗ് കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, പിന്നെ ആദ്യമേ പറഞ്ഞ പോലെ റെവിറ്റിന്റെ ഒരു ഓട്ടോഡെസ്ക് സർട്ടിഫൈഡ് കോഴ്സ് അല്ല ഇത്. ജസ്റ്റ് നിങ്ങൾക്ക് റെവിറ്റിൽ ഒരു എക്സ്പോഷർ തരാൻ, നിങ്ങൾക്ക് ബേസിക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു ക്ലാസ്സസ് ആണ് ഇത്. ട്രെയിനിങ്ങിന്റെ ഒരു ആഡ് ഓൺ പോലെ ചെയ്തു കൊടുക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്ലഗിൻസിന്റെ തന്നെ കുറച്ച് ഡെമോസ് കൊണ്ടുവരും. എന്നിട്ട് സ്ലാബിന്റെയും ബീമിന്റെ ഒക്കെ റീബാർ മോഡലിംഗ് കുറച്ചും കൂടെയൊക്കെ ഇന്റൻസ് ആയിട്ട് പറഞ്ഞുതരാം. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നെക്സ്റ്റ് ഡേ പ്ലാൻ ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.